ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനല്ലേ? ഈശോയും പറഞ്ഞത് അത് തന്നെയാണ്. ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചില കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ ഒരാൾ പറയാണ്, അച്ഛാ ഇതെല്ലാം ചെയ്തത് എൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുക? ഈശോ ഒരു ശിശുവിനെ എടുത്ത് നടുക്ക് നിർത്തിയിട്ട് പറയാണ്, ദേ നിങ്ങളും ഇതുപോലെ ശിശുവിനെ പോലെ ആകണമെന്ന്. ഈ ശിശുവാവുക എന്ന് വെച്ചാൽ ഭൂതകാലം ഇല്ലാത്തവരാവുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞത് മറക്കാൻ ശിശുവിന് വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ ഒരാളെ ചിരിച്ച് കാണിക്കണമെങ്കിൽ ഇന്നലെ അവൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചായിരുന്നു എന്ന് ആലോചിച്ചിട്ടായിരിക്കും. ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ പോലും ഇന്നലെ എൻ്റെ വേദനയിൽ അവൻ എന്നെ സഹായിച്ചിരുന്നോ എന്ന് ആലോചിച്ചിട്ടാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്നലകളുടെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലല്ലേ? എന്നാൽ ഇന്നിൽ ജീവിക്കാനായിട്ട് ശിശുക്കൾക്കേ കഴിയത്തുള്ളൂ. കുട്ടികൾ വഴക്ക് കൂടിയാലും പെട്ടെന്ന് കൂട്ടുകൂടും. എന്നാൽ നമ്മളോ ഇന്നലകളെ പറ്റിയുള്ള സങ്കടവും നാളകളെ പറ്റിയുള്ള ആകുലതയുമാണ്. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ഈ പ്രസൻറ്റിൽ ഇപ്പോഴായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിനക്കത് ഏറ്റവും മനോഹരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സങ്കടങ്ങളും ഈ ആകുലതകളും നമ്മളെ നശിപ്പിക്കും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഇപ്പോൾ നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. ശിശുക്കൾ നമുക്ക് മാതൃകയാകട്ടെ.